അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ടോപ്പിക്ക് ഇൻഫിനിറ്റീവ് ഓനെ സൂ ആണ്. ഇനി ഇൻഫിനിറ്റീവ് സെൻറ്റൻസ്, അതായത് ഇൻഫിനിറ്റീവ് വെർബിൻ്റെ കൂടെ സൂ ഇല്ലാതെ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. സംസ്റ്റ ഗെഹേഷ് ഐൻ കൗഫൻ. സാറ്റർഡേയിൽ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ വെർഡൻ വിയർ ഐനെ ഗെഹാൾ സെഹോർഹ്യും ബെക്കൊമ്മൻ. ഞാൻ സാലറി റൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടും. ഇഷ് മുസ് യേഡൻ താക് ദി ഹൗസ് ഓഫ് ഗാബെ മാഗൻ. എനിക്ക് എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ സൂ എന്ന വെർബ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് നമുക്ക് നോക്കാം. വെർബൻ ഓനെ സൂ പ്ലസ് ഇൻഫിനിറ്റീവ് ഓനെ സൂ. ഇൻഫിനിറ്റീവ് വെർബായിരിക്കും, പക്ഷേ നമ്മൾ സൂ ഉപയോഗിക്കില്ല. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും? ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, മൊഡാൽ വെർബൻ സെക്കൻഡ് പൊസിഷനിൽ വരുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ സെൻറ്റൻസിൽ സൂ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. ആദ്യത്തെ എക്സാമ്പിൾ, ഇഷ് മുസ് ഫിയോർ മൈനെ മുട്ടർ ഐൻ ഗെഷങ്ക് കൗഫൻ. ഗെഷങ്ക് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആണ് അല്ലേ. അപ്പോൾ മൈനെ മുട്ടർ, എൻ്റെ മദറിന് കൗഫൻ വാങ്ങുകയാണെങ്കിൽ എന്താ പറയുക, വാങ്ങണം. ഇഷ് മുസ്റ്റ്, ഐ ഹാവ് ടു ബൈ, എനിക്ക് മദറിന് ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഗെഷങ്ക് സൂ കൗഫൻ ഒന്നുമില്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗെഷങ്ക് കൗഫൻ എന്ന് മാത്രമാണ്. കാരണം ഓൾറെഡി മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മൊഡാൽ വെർബ് ഇങ്ങനെ സെൻറ്റൻസിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സൂ എന്നുള്ള ഇൻഫിനിറ്റീവ് മിറ്റ് സൂ ഉപയോഗിക്കില്ല. ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റീവ് ഓനേസു. ഇറ്റ് ഹാവ് ടു ബി ഇൻഫിനിറ്റീവ് ഓനേസു. ഓക്കെ. അടുത്തത്, വിയർ ക്യൊന്നൻ ഔഫ് വോഹനൻ്റെ ഇൻസ്കീനോ ഗേഹൻ. അപ്പോൾ ഇൻസ്കീനോ എന്താ, തിയേറ്റർ ആണ് അല്ലേ, മറക്കരുത്. ഇൻസ്കീനോ തിയേറ്റർ ആണ്. ഇൻസ്കീനോ ഗേ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോവുക. അപ്പം വോഹനൻ്റെ എന്താ പറയുക, ഓൾസോ ഗോ ടു ദ സിനിമ ഓൺ ദ വീക്കെൻഡിൽ തിയേറ്ററിൽ പോവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിയർ ക്യൊന്നൻ, അപ്പോൾ ഒള്ളൻ മുസ്സൻ ക്യൊന്നൻ ഇതൊക്കെ എന്താണ്, മൊഡാൽ വെർബാണ്. അപ്പോൾ മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നാൽ പിന്നെന്ത് വരൂല, ലാസ്റ്റിൽ ഗേഹൻ്റെ മുമ്പ് ഇൻസ്കീനോ സൂ ഗേഹൻ വരൂല, സൂ വരൂല. ഓക്കെ, മൊഡാൽ വെർബ് വന്നതുകൊണ്ട്. അടുത്തത്, വിൽസ് ഡു ദൈനെ ആർബൈറ്റ് സൂ എൻ്റെ ഷ്രൈബൻ. ഡു യു വാണ്ട് ടു ഫിനിഷ് യുവർ വർക്ക്. നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് തീർക്കണമോ. ഇവിടെയും എൻ്റെ സൂ ഷ്രൈബൻ എന്നൊന്നും വരൂല, കാരണം വിൽസ്റ്റ് വൊള്ളൻ എന്ന് പറയുന്നത് മൊഡാൽ വെർബാണ്. ഓക്കെ. ഇനി കുറച്ച് സ്പെഷ്യൽ വെർബുകൾ വന്നാൽ, ഇതും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ, ഒരു എന്താ പറയുക, എപ്പോഴും ഉണ്ടാവുന്ന എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ ഈ കോൺജുഗേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അതേപോലെയുള്ള സിറ്റുവേഷനാണ്. സേഹൻ എന്ന വെർബ് വരുമ്പോൾ വരൂല. ഇഷ് സേഹെ ഇൻ ലാങ്സാം ദി സ്ട്രാസെ ഹെറുണ്ടർ കൊമ്മൻ. ഇഷ് സേഹെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു, ഇൻ ലാങ്സാം വളരെ സ്ലോ ആയിട്ട്, ദി സ്ട്രാസെ ഹെറുണ്ടർ കൊമ്മൻ. സ്ട്രാസെ സ്ട്രീറ്റിൽ മെല്ലെ വരുന്നത് കണ്ടു. ഹ്യോറൻ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളത്. ഹ്യോർ ടു ഡു ഔഫ് ദി ഫോഗൽ സിംഗൻ. ഫോഗൽ എന്ന് പറഞ്ഞാൽ ബേർഡാണ് അല്ലേ. നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു വി എന്നുള്ള ഫൗ എന്നുള്ള പ്രൊണൗൺസിയേഷനാണ് വരിക. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ച ഫോഗൽ എന്നാണ്, അതൊരു ബേർഡാണ്. അപ്പോൾ ഡു യു ഓൾസോ ഹിയർ ദ ബേർഡ് സിംഗിങ്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ സൂ ഉപയോഗിക്കില്ല. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കുക, മീനിങ്സ് പരമാവധി പഠിക്കാൻ നോക്കുക. ഓക്കെ. ഇനി ഇതൊക്കെ ജസ്റ്റ് ഈ വെർബുകളിലൊന്നും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരുന്നത് കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും വെർബിൽ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗേഹൻ എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള വെർബുകളിലും നമ്മൾ സൂ ഉപയോഗിക്കില്ല. ഗേഹൻ വിയർ ദെൻ ഹോയിറ്റെ ഷ്വിമ്മൻ. ഇന്ന് നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊരു മൂവ്മെൻറ്റ് കാണിക്കുന്ന സിറ്റുവേഷനാണ്. ഇവിടെയും നമ്മൾ സൂ ഉപയോഗിക്കില്ല. കൊമ്മൻ, ടു കം എന്നുള്ള അർത്ഥത്തില്ല അല്ലേ. സി കൊമ്മൻ ഉൻ സം വോഹനൻ്റെ ബെസൂഹൻ, ദേ ആർ കമ്മിങ് ടു വിസിറ്റ് അസ് ഓൺ ദ വീക്കെൻഡിൽ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെയും സൂ ഉപയോഗിക്കില്ല. ലൗഫൻ, ഓടുക അല്ലേ. സി ലവ് ടു ഹിൽഫെ ഹോളൻ, ഷീ ഈസ് റണ്ണിങ് ടു ഗെറ്റ് ഹെൽപ്പ്. ഇവിടെയും സൂ ഉപയോഗിക്കില്ല. ഫാരൻ, ട്രാവൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. വിയർ ഫാരൻ ആം വോഹനൻ്റെ ഐൻ ഷ്ലോസ് ബെസിക്റ്റിഗൻ. അപ്പോൾ ഇവിടെയും സൂ ഉപയോഗിക്കില്ല. ഇനി മറ്റൊരു സിറ്റുവേഷൻ, നിങ്ങൾ പരമാവധി ആദ്യം എന്തായിരിക്കും, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുന്നത്, മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ സൂ ഉപയോഗിക്കില്ല. പിന്നെ ഒന്ന്, എന്തെങ്കിലും വെർബ് വിത്ത് എ മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റ് കാണിക്കുക, നടക്കുക, ഓടുക, ട്രാവൽ ചെയ്യുക, കൊമ്മൻ, ഇങ്ങനത്തെ വെർബ് വരുന്നുണ്ടെങ്കിൽ അവിടെയും സൂ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്തത് നോക്കുന്നത് വെർബൻ ദ സാഗൻസ്, അതായത് വേർബ്സ് ഓഫ് സ്പീച്ച്, എന്തെങ്കിലും ഒന്ന് പറയുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും സൂ ഉപയോഗിക്കില്ല. ആൻഡ്വർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എർ ഹാറ്റ് ഗേ ആൻഡ്വർട്ടൻ ദസ് എർ നിറ്റ് കം, ഹി ആൻസർ ദാറ്റ് ഹി ഈസ് നോട്ട് കമ്മിങ്. അപ്പോൾ ഇവിടെയും എന്തുപയോഗിക്കില്ല, അവിടെ സൂ ഉപയോഗിക്കില്ല. ബെറിസ്റ്റിഗൻ, ടു റിപ്പോർട്ട്. എർ ഹാറ്റ് ബെറിസ്റ്റഡ് ദസ് എർ ലെറ്റ്സ്റ്റെ വോഹെ ഐനൻ ഉൺഫാൽ ഗെസെയൻ ഹാറ്റ്. ഉൺഫാൾ എന്ന് പറഞ്ഞാൽ എന്താ, ആക്സിഡൻ്റ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ പലതവണ വായിച്ചാണ്. ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ അങ്ങോട്ട് പതിയണം. ഉൺഫോൾ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ എർ ഹാറ്റ് ബെറിസ്റ്റിഗറ്റ് റിപ്പോർട്ട് ചെയ്തു. ദർ ദസ് എർ ലെറ്റ്സ്റ്റെ വോഹെ
ലാസ്റ്റ് വീക്കിൽ അതിനെ നുൻഫ്രോൺ ഗസേനായിട്ട് ഒരു ആക്സിഡൻറ്റ് കണ്ടു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തു. ഇവിടെയും സൂ ഉപയോഗിക്കില്ല. എർസാലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാസ് ദു ഷോൺ എർസാൽ ദസ് ദു ഗൂട്ടെ നോട്ടൻ ബെക്കൊമൻ ഹാസ്റ്റ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞോ ദാറ്റ് യു ഗോട്ട് ഗുഡ് ഗ്രേഡ്സ്, നല്ല മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞോ. എർസാലൻ. സാഗൻ സംസാരിക്കുക, ടു സേ എന്നുള്ളത്. സി സാക്ട് ദ സി നിഹ്റ്റ് എസൻ വിൽ. ഷീ സേ ഷീ ഡസ് നോട്ട് വാണ്ട് ടു ഈറ്റ്, കഴിക്കണം എന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ സൂ ഉപയോഗിക്കില്ല. ഇവിടെ എന്താ സൂ ഉപയോഗിക്കാത്തത്? ഒന്നാമത്തെ ഇവിടെ ഉപയോഗിക്കാത്തത് ഇതൊരു പറഞ്ഞു, സംസാരിച്ചു, റിപ്പോർട്ട് ചെയ്തു. ഇത് ഇറ്റ്സ് വെർബൻ ദ സാഗൻസ്, വെർബ്സ് ഓഫ് സ്പീച്ച്. അതുപോലെ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഇത് വെർബ്സ് ദാറ്റ് ഷോ എ മൂവ്മെന്റ് ആണ്. ബെവേഗുസ് വെർബൻ, ഗേഹൻ, കൊമ്മൻ, ലൗഫൻ, ഫാരൻ. ഈ സിറ്റുവേഷൻസിലൊന്നും സൂ ഉപയോഗിക്കില്ല. പിന്നെ ഉള്ളത് ആൻഡറെ വെർബൻ. ഇത് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ആണ്. ലാസൻ. ഇത് എല്ലാം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വെർബൻ, അതായത് മൂവ്മെന്റ് ഉള്ള വെർബുകളും മൊഡാൽ വെർബുകളും വെർബൻ ദ സാഗൻസിലും എന്തായാലും സൂ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നിങ്ങൾ സൂ ഉപയോഗിക്കാവൂ. അല്ലാത്ത സിറ്റുവേഷൻസിൽ സൂ ഇല്ലാത്ത സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇത് കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്. ലാസൻ. ലാസ്റ്റ് സൈനിക്കിൻ്റെ ഡ്രൗസൻ സ്പീനൻ. ഡ്രൗസൻ പുറത്ത് കളിക്കാൻ. ഹി ലെറ്റ്സ് ഹിസ് കിഡ് ടു പ്ലേ ഔട്ട്സൈഡ്. ബ്ലൈബൻ ടു റിമെയിൻ. ബ്ലൈബ് വിറ്റ് ഹിയർ സിറ്റ്സൻ. പ്ലീസ് സ്റ്റേ ഹിയർ. ഫിൻഡൻ. ഈ ഫിൻഡൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ്. ഫിൻഡൻ എന്ന് വെർബിന് ഒരു പ്രത്യേകത ഉണ്ട്. സൂ പ്ലസിലും ഇൻഫിനിറ്റീവിലും യൂസ് ചെയ്യും, ഇല്ലാതെയും യൂസ് ചെയ്യും. ആദ്യത്തെ നോക്കാം. ഇഷ് ഫിൻഡെ ദസ് ഇഷ് മേർ യൂബൻ സോൾ. ഐ തിങ്ക് ഐ ഷുഡ് പ്രാക്ടീസ് മോർ. അപ്പോൾ ഇവിടെ നമ്മൾ സൂ ഉപയോഗിച്ചിട്ടില്ല. അടുത്ത സെന്റൻസ് നോക്കിക്കുക. ഇഷ് ഫിൻഡെ എസ് വിഹ്റ്റിക്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മേർ സൂ യൂബൻ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രാക്ടീസ് മോർ. അപ്പോൾ രണ്ടാമത്തെ സെന്റൻസിൽ സൂ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൻഡൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫിൻഡൻ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇത്. സൂ പ്ലസ് ഇൻഫിനിറ്റിയിലും ഇൻഫിനിറ്റീവ് ഓനെ സൂലും യൂസ് ചെയ്യപ്പെടും. ഓക്കെ. ഇനി വെർഡൻ എന്ന് പറയുന്ന സുക്കുംഫ്റ്റ് ഫ്യൂച്ചർ പറയുന്നത്. വി ആർ വെർഡൻ നെക്സ്റ്റ് OF വി വിൽ സെലിബ്രേറ്റ് നെക്സ്റ്റ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഈ സെൻറ്റൻസിലും നമ്മൾ സൂ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. ഇതൊക്കെയാണ് ഇൻഫിനിറ്റീവ് ഓനെ സൂ സിറ്റുവേഷൻസ്. നമുക്ക് ചെറിയൊരു യൂബിങ് ചെയ്ത് നോക്കാം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സെൻറ്റൻസുകളിൽ ഓനെ സൂ ആണോ മിറ്റ് സൂ ആണോ എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. മിറ്റ് ഓർഡർ ഓനെ സൂ, വിത്ത് ഓർ വിത്തൗട്ട് സൂ. ആദ്യത്തെ സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം. ഇത് ആരാ വായിക്കുക? അഭിജിത്ത് ഒന്ന് ട്രൈ ചെയ്യും. ഇത് വരുന്നത് മ്യോസ്റ്റസ്റ്റ് ദു മിറ്റ് മിയർ സ്പസിയറൻ ഗേഹൻ എന്നേ വരൂ, സൂ വരില്ല. എന്തുകൊണ്ട് വരില്ല? മ്യോസ്റ്റൻ എന്നുള്ളത് ഒരു മൊഡാൽ വെർബാണ്. മൊഡാൽ വെർബ് ഓൾറെഡി സിറ്റുവേഷൻ സെൻറ്റൻസിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സൂ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. ഓക്കെ, കുഴപ്പമില്ല. ആദ്യത്തെ ട്രൈ അല്ലേ. അടുത്തത് മുർഷിദ് ഒന്ന് ട്രൈ ചെയ്തേ. ഇത് വരുന്നത് എസ് ഈസ് നെഹ്റ്റ് ഐൻഫാഷ് ഇമ്മർ ഗ്ലൂക്ലിഷ് സൂ സൈൻ. കാരണം നമ്മൾ പഠിച്ച വരാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ് ഒന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല. സേയിങ് ഉള്ള വെർബോ, സംസാരമുള്ള വെർബോ, മൂവ്മെൻ്റ് ഉള്ള വെർബോ, മൊഡാൽ വെർബോ ഒന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സൂ സൈൻ എന്നാണ് വരിക. അടുത്തത് അതിൽ ഒന്ന് ട്രൈ ചെയ്തേ. ഞാൻ വായിക്കാം. എർ ഫെർഗിസ് ഇമ്മർ മിഷ് ടാഗ്ലിഷ് അൻസുറൂഫൻ എന്നാണ് വരിക. കാരണം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എർ ഫെർഗിസ് ഇമ്മർ മിഷ് ടാഗ്ലിഷ് അൻസുറൂഫൻ എന്നാണ് വരിക. ഓക്കെ, അടുത്തത് ലാസ്റ്റ് അഭിജിത്ത് ഒന്ന് ട്രൈ ചെയ്തേ. വോ ലേസ്റ്റ് ദു ദൈനെ ഹാരെ സ്നൈഡൻ. നിങ്ങൾ എവിടെ നിന്നാണ് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ സൂ വരില്ല. കാരണം അത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ ഇന്നത്തെ ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ ഈ വരാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞ വെർബ്, കുറച്ച് വെർബുകൾ നമ്മൾ പഠിച്ചതിൽ ലേസൺ ഉണ്ട്. ലേസൺ എന്ന വെർബ് വരുമ്പോൾ സൂ വരില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചാൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കാണ് ക്ലിയർ ചെയ്തത്. ഇൻഫിനിറ്റീവ് മിറ്റ് സൂയും ഇൻഫിനിറ്റീവ് ഓനെ സൂയും. ഓക്കെ അല്ലേ?